പാലാരിവട്ടം തമ്മനം റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. 4 മണിക്ക് പൈപ്പ് പൊട്ടി വീടുകളിലടക്കം വെള്ളം കയറിയിരുന്നു. വാൽവടച്ച വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നിയന്ത്രിച്ചെങ്കിലും റോഡിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ഇടിഞ്ഞു വീഴുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പ്രദേശത്ത് പൈപ്പ് ലൈൻ വഴിയുള്ള കുടിവെള്ള വിതരണം മുടങ്ങും. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുമെന്ന് MLA ഉമാ തോമസ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. പൊട്ടി കുഴി ഇപ്പോഴും അത് കഴിഞ്ഞായത്. ആദ്യം പൊട്ടിയിട്ട് വെള്ളം ഭയങ്കരമായിട്ട് ഫ്ലോയില് ഒഴുകുമായിരുന്നു. സ്ഥിരമായിട്ട് ഇവിടെ ഈ അമൃത പദ്ധതിയൊക്കെ ഉണ്ടായിട്ടും സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുക. ഈ റോഡിൽ തന്നെ ഈ 7 മാസത്തിനിടയ്ക്ക് 4 പ്രാവശ്യമായി പൈപ്പ് പൊട്ടണം. 2 ദിവസം മുമ്പ് തമ്പനം ജംഗ്ഷനിൽ ഇത് പഴയതാണ്, 55 വർഷത്തോളം പഴക്കമുള്ള പൈപ്പ്. അത് മാറ്റിയിട്ടേ പറ്റൂ. പക്ഷെ അത് മാറ്റിയിടണതിനോടൊപ്പം ഇപ്പം അവർ പറയുന്ന ഓൾട്ടർനേറ്റ് ഇതിനി ആവശ്യമില്ല, ഇപ്പുറത്ത് 6 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ടെന്നാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ തമ്മനത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാരിവട്ടത്തേക്ക്, അതേപോലെ കടവന്ത്ര ഭാഗത്തേക്ക്, വെണ്ണല ഭാഗത്തൊക്കെ വെള്ളം മുടങ്ങും. എല്ലാവർക്കും ഇവിടെ നിന്ന് തന്നെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കും. അല്ലമീൻ വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ 7 തവണയെങ്കിലും ഇവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെന്നാണ് സ്ഥലം MLA പറയുന്നത്. പൈപ്പ് പൊട്ടുന്നത് മാത്രമല്ല പ്രശ്നം, അവിടെയൊക്കെ റോഡിൽ ഗർത്തമാവുകയും ചെയ്യുന്നു. വെള്ളം ശക്തമായി ഒഴുകുമ്പോഴേക്കും കുഴികൾ രൂപപ്പെടുന്ന രൂപത്തിലേക്ക് ആ റോഡിന്റെ സ്ഥിതിയും മനസ്സിലാക്കുകയാണ്. എന്താണ് അവിടെ നാട്ടുകാർ പറയുന്നത് അല്ലമീൻ? സ്മൃതി, ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ തമ്മനം പാലാരിവട്ടം റോഡിലെ ഈ വൈലാശ്ശേരിയിലേക്ക് പോകുന്ന ഭാഗത്ത് പൈപ്പ് പൊട്ടിയത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാം. ആ പൈപ്പ് പൊട്ടി വലിയ ഫോഴ്സിലാണ് വെള്ളം പുറത്തേക്ക് വന്നത്. എന്ന് മാത്രമല്ല 2 മീറ്റർ വരെ ഉയരത്തിൽ ആ വെള്ളം പോവുകയും സമീപ പ്രദേശത്തുള്ള ഫ്ളാറ്റുകളിലും വീടുകളിലും കടകളിലുമൊക്കെ വെള്ളം കയറുകയും ചെയ്തു. നമുക്കിപ്പോൾ ആ റോഡ് കാണാം. ആ റോഡിനടിയിൽ കൂടിയാണ്, പൈപ്പ് ലൈൻ കടന്നു പോയ റോഡാണ്. വലിയ ഗർത്തം അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രമേൽ വലിയ ശക്തിയിലാണ് ഈ വെള്ളം പുറത്തേക്ക് വന്നത്. ടാറിട്ട റോഡ് അത് പൂർണ്ണമായും തകർത്തുകൊണ്ട്, റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്ന തരത്തിലേക്കും സാഹചര്യം മാറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഈ ഇടിഞ്ഞിരിക്കുന്ന റോഡിൻ്റെ പല ഭാഗത്തു നിന്നും മറ്റ് ചില ഭാഗങ്ങൾ അടർന്നു വീഴുന്നൊരു സ്ഥിതിവിശേഷവുമുണ്ട്. കാരണം ഈ വെള്ളം പൈപ്പ് പൊട്ടി വെള്ളം പോകുമ്പോഴും നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതും ഈ റോഡ് ഈ വിധത്തിലാകുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർ വന്ന് മറ്റു തൊഴിലാളികളെയൊക്കെ കൊണ്ടുവന്ന റോഡിൻ്റെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ ഇടിച്ച് താഴ്ക്കുന്നുണ്ട്. കാരണം ആളുകൾക്കൊക്കെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ റോഡ് വീണ്ടും ഇടിഞ്ഞ് ഒരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയും മാത്രമല്ല ഈ പൊട്ടിയ പൈപ്പ് അടയ്ക്കുന്നതിന് വേണ്ടിയുമുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വരുന്ന 2-3 ദിവസം പ്രദേശത്ത് കുടിവെള്ളം മുടങ്ങുമെന്നും MLA തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടാങ്കർ ലോറികളിൽ ഇവിടേക്ക് വെള്ളം എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തമ്മനം ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുകയാണ്. ചേട്ടാ, ഇവിടെ സ്ഥിരം പൈപ്പ് പൊട്ടുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നിപ്പോൾ നമ്മൾ 7 മാസത്തിനടുക്ക് 5ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പൈപ്പ് പൊട്ടുന്നത്. അതായത് നമുക്കറിയാം, ഈ 55 വർഷം പഴക്കമുള്ള ബ്രഹ്മോ എന്ന് പറഞ്ഞ 780 mm പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ഇത് സംസ്കാര ജംഗ്ഷൻ തൊട്ട് തമ്മനം അനന്തപുരം അമ്പലത്തിൻ്റെ അവിടം വരെ ഈ പൈപ്പുള്ളൂ, പഴയ പൈപ്പുള്ളൂ. പക്ഷേ ഇത് നമുക്കറിയാം, ഈ എത്രയോ ആളുകൾ യാത്ര ചെയ്യുന്ന ഈ തമ്മനം വൈറ്റില റോഡിൽ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. കുടിവെള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ നിരവധി ആളുകളുടെ കുടിവെള്ളം മുടങ്ങും വരുന്ന ദിവസം. ചേരാനല്ലൂർ, തമ്മനം, പാലാരിവട്ടം പ്രദേശങ്ങളിൽ, കാരണം ഇവിടുന്ന് ഈ പ്രമോ പൈപ്പിൻ്റെ ലൈൻ മെയിനായിട്ട് പോകുന്നത് ചേരാനല്ലൂർ പ്രദേശങ്ങളിലേക്കാണ്. അപ്പോൾ ചേരാനല്ലൂർ പ്രദേശങ്ങളിൽ, പിന്നെ തമ്മനം, പാലാരിവട്ടം പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടും 2 ദിവസം വെള്ളം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ കോൺട്രാക്ടർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാത്രി ഇതിൻ്റെ വർക്ക് തുടങ്ങും. ഇപ്പോൾ JCB വന്നിട്ട് അവിടെ ബ്ലോക്കായ കാരണം JCB അവിടെ പെട്ട് കിടക്കുകയാണ്. എന്നാലും ഒരു അരമണിക്കൂറിൽ JCB വന്ന് ഇതിൻ്റെ പണി തുടങ്ങും. സ്മൃതി, നമുക്ക് ആ പൈപ്പ് പൊട്ടി വെള്ളം പോകുമ്പോഴുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം ഈ പെരുമഴ പെയ്ത് ഒരു പ്രദേശത്ത് എങ്ങനെ വെള്ളം നിറയും, ഒരു പ്രദേശം എങ്ങനെ വെള്ളത്തിനടിയിൽപ്പെടും, ആ രീതിയിലായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. വീടുകളിലൊക്കെ വെള്ളം കയറുകയും ചെയ്തു. പിന്നീട് വാൽവ് അടച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ തിരിച്ചിറങ്ങുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ഈ തരത്തിൽ റോഡ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടത്. അതുപോലെ തന്നെ പോലീസും മറ്റുമൊക്കെ വന്ന് ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്, ആളുകളെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം ഈ റോഡിൻ്റെ പല ഭാഗവും ഏത് നിമിഷവും അടർന്ന് വീഴാമെന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. തൊടുമ്പോൾ തന്നെ ഇടിഞ്ഞു വീഴുന്ന തരത്തിലേക്ക് അത് ബലക്ഷയം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാത്രി തന്നെ ഇതിന്റെ പണി തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ 2 ദിവസം പ്രദേശത്ത് പൈപ്പ് ലൈൻ വഴിയുള്ള കുടിവെള്ള വിതരണം ഉണ്ടാകില്ല. വാട്ടർ ടാങ്കർ ലോറികൾ വഴി. നാളെ ഇപ്പോൾ ഞായറാഴ്ചയാണ് അല്ലമീൻ, നാളെ ഞായറാഴ്ചയാണ്, ക്രിസ്മസ് അവധി വരികയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ആളുകളെ സംബന്ധിച്ച് അവധിക്ക് വീട്ടിലിരിക്കുന്ന ദിവസം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? സംശയമില്ല.
അക്കാര്യത്തിൽ. കാരണം ഇത് സ്ഥിരമാണ്, പതിവാണ് ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങുന്നതും ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുന്നതുമൊക്കെ. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുവെന്ന് പറയുമ്പോഴും അത് എത്രത്തോളം ഫലപ്രദമായി എല്ലായിടത്തും എത്രത്തോളം കാര്യക്ഷമമായി എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ന് മാത്രമല്ല, സ്മൃതി ചോദിച്ചതുപോലെ അവധിക്കാലമാണ്, പലരും വീടുകളിലേക്ക് എത്തിയിരിക്കുന്നൊരു സമയം കൂടിയാണ്. സ്വാഭാവികമായും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുടിവെള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. 2 ദിവസം മുമ്പ് തമ്മനം ജംഗ്ഷനിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ഫ്ളാറ്റുകൾ, നിരവധി ഫ്ളാറ്റുകളുള്ള സ്ഥലമാണ്, ഒരുപാട് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. തമ്മനമായിരുന്നാലും ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ, പാലാരിവട്ടമായിരുന്നാലും വെണ്ണലയിലായിരുന്നാലും നിരവധി കുടുംബങ്ങൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ കുടിവെള്ളം മുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇന്ന് തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ ആരംഭിക്കും, ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുടിവെള്ളം ടാങ്കർ ലോറിയിൽ എത്തിച്ചാൽ തന്നെയും അത് പരാതികൾക്കിടവരാത്ത വിധം എങ്ങനെ അത് പൂർത്തിയാക്കാനാകുമെന്നുള്ളത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഏതായാലും പരാതികൾ ഉണ്ടാകുമെന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വല്ലാത്തൊരു ദുര്യോഗമാണ് ഈ കുടിവെള്ളം നിരന്തരം ഇങ്ങനെ മുടങ്ങുന്നതും പൈപ്പ് പൊട്ടുന്നതും കുടിവെള്ളം മുടങ്ങുക എന്നൊക്കെ ഉള്ളത്. അവരുടെ നിരന്തരം അവർ നേരിടുന്ന ഒരു ദുര്യോഗം തന്നെയാണ്. റോഡ് നമുക്ക് കാണുമ്പോൾ വലിയ ഗർത്തമാണ്, വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിനടിയിലേക്ക് കാണാം, ആ പൈപ്പ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. 2 മീറ്റർ ഉയരത്തിൽ വരെ വെള്ളം നേരത്തെ ഈ പൈപ്പ് പൊട്ടിയ സമയത്ത് പോകുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ആ സമയത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ, വീടുകളിലേക്ക് വെള്ളം കയറി വെള്ളത്തിൽ താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സ്മൃതി, ഇപ്പോൾ ഏതായാലും ഇങ്ങോട്ടുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുകയാണ്, ആളുകളെയൊക്കെ ഇങ്ങോട്ട് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. എത്ര സമയം എടുക്കുമെന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ. ചെറിയ ഗർത്തങ്ങളല്ല. അപ്പോൾ ഈ ഗതാഗതം ഇവിടെ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ ഗതാഗതത്തെ ബാധിക്കാനിരിക്കുന്നത്? ഈ പ്രദേശം എത്രത്തോളം വീതിയേറിയ റോഡാണ് എന്ന് മനസ്സിലാക്കാനാവുന്നില്ല. നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡ് തന്നെയാണല്ലോ, അല്ലേ? സ്മൃതി, ഒരു സംശയമായി, നമ്മളിന്ന് വൈകുന്നേരം മറ്റൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ. വൈകിട്ട് തമ്മനത്തും വൈറ്റിലേക്കുമൊക്കെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ വാഹനവുമായി ആളുകളൊക്കെ തന്നെ റോഡുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ തിരക്കുണ്ട്. അതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട ഒരു പാതയിൽ ഇത്തരത്തിൽ റോഡ് അടച്ചുകൊണ്ടുള്ള ഒരു നവീകരണ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നപരിഹാരത്തിലുള്ള നടപടി ആരംഭിക്കുമ്പോൾ ഇതുവരെയുള്ള ഗതാഗതം തിരക്കുള്ള റോഡാണ്, വലിയ തിരക്കുള്ള റോഡാണ്. നിരവധി വാഹനങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ വാഹനങ്ങളെല്ലാം വഴിതിരിച്ചു വിടുമ്പോൾ സ്വാഭാവികമായും മറ്റു റോഡുകളിലേക്ക് കയറും, അവിടെയും തിരക്ക് അനുഭവപ്പെടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വരുന്ന 2 ദിവസം കൊച്ചിയിൽ ഈ പരിസര പ്രദേശങ്ങളിൽ, ഈ തമ്മനം, പാലാരിവട്ടം, വെണ്ണല ഭാഗങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളവും മുടങ്ങും. റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ നട്ടം തിരിയുന്ന തരത്തിലേക്ക് ഗതാഗത കുരുക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ അവധിക്കാലം, ആഘോഷക്കാലം, ആ വേളയിലാണ്, അതിൻ്റെ അവസാന മണിക്കൂറിലാണ്, അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളിലേക്ക് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. കുടിവെള്ളം മുടങ്ങും, അതോടൊപ്പം തന്നെ റോഡിൽ ഗതാഗത തടസ്സം, ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിലേക്കും കാര്യങ്ങൾ നയിക്കും. അതിനെന്ത് ബദൽ സംവിധാനം അധികൃതർ ഒരുക്കുമെന്നുള്ളതും പ്രധാനമാണ്. അതിലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന 2 ദിവസം അത് വെള്ളം കൂടി കിട്ടാതെ എത്രത്തോളം കിടന്നുറങ്ങാൻ പറ്റുമെന്നുള്ളതും, റോഡിലേക്ക് ഇറങ്ങിയാൽ കുരുക്കിലകപ്പെടാതെ എത്ര വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. സ്മൃതി, ശരിയല്ല, മീനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തിലെ പ്രധാന റോഡാണ്, അവിടെയാണ് പൈപ്പ് ലൈൻ പൊട്ടിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് വരും ദിവസങ്ങളിൽ വെള്ളം തടസ്സപ്പെടുമെന്നുള്ള വിവരം 1-2 ദിവസമെങ്കിലും ആകും ഇത് ശരിയാക്കാൻ എന്നുള്ളതാണ്. ഒരു 7 തവണയെങ്കിലും ഇവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ഒരു വർഷത്തിനിടയ്ക്ക് എന്നാണ് നേരത്തെ സ്ഥലം MLA തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വാൽവ് അടച്ചിരിക്കുന്നു. റോഡ് വെള്ളം ശക്തിയോടെ ഒഴുകി വന്നതോടുകൂടി റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതാണ് കാണുന്നത്. ഇതാണ് റോഡിൻ്റെ പണിയും കണക്കാണ്, അതോടൊപ്പം പൈപ്പിൻ്റെയും. അതാണ് തമ്മൻ റോഡ്, പാലാരിവട്ടം തമ്മൻ റോഡ് എന്ന് പറയുമ്പോൾ കൊച്ചിയിലെ പ്രധാനപ്പെട്ട റോഡാണ്. ക്രിസ്മസ് വരുന്നു, അവധി ദിവസം വരുന്നു, വീട്ടിലിരിക്കുന്നവർക്ക് വെള്ളമില്ലാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ, ഇനി വാഹന ടാങ്കുകളെ കാത്തിരിക്കേണ്ട അവസ്ഥ. ഗതികെട്ട ഒരവസ്ഥ തന്നെയാണ്. റോഡിൻ്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു തുടങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ വളരെ അടുത്തു നിന്ന് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ വെള്ളം മുടങ്ങുമെന്നുള്ള മുന്നറിയിപ്പ് ഏതായാലും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ റോഡ് ആകെ കുടിവെള്ളം, പൈപ്പ് പൊട്ടി വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയും ദൃശ്യങ്ങളിൽ കണ്ടതാണ്.